യഹൂദന്മാരിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഇന്ന് ലോകം മുഴുവനും ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സംഗതി ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ്. സകല രാഷ്ട്രങ്ങളും സകല ജാതികളും ഇസ്രയേലിനെതിരെ യുദ്ധത്തിനുള്ള പടപ്പൊരുപാടിലാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ഇസ്രയേൽ ഇങ്ങനെ തകർത്ത് കിടക്കുന്നത്? അതിനൊരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ട. ഇതെല്ലാം എന്താണ്? ഇസ്രയേലിന്റെ യുദ്ധം നിർത്താൻ ആർക്കും കഴിയത്തില്ല. നിങ്ങൾക്കറിയാമോ, വരും ദിവസങ്ങളിൽ ആ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കാൻ പോവാണ്. നിങ്ങൾ ഇന്നേ വരെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത ഇറാഖ് എന്ന് പറഞ്ഞ മഹാരാജ്യം ഈ ദിവസങ്ങളിൽ ഇസ്രയേലോട് യുദ്ധം ചെയ്യാൻ വരും. എങ്കിൽ മാത്രമേ ഇസ്രയേലിന് അവരുടെ മേൽ ജയമുള്ളൂ. അവരെ ജയിക്കും പ്രിയപ്പെട്ട. ഇസ്രയേൽ ഇറാഖിനെ ജയിച്ചിട്ട് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ദേശമായിരിക്കുന്ന ആ നദിയുടെ അടുത്ത എന്താണ് യൂഫ്രട്ടീസ് നദി വരെയുള്ള ദേശം ഇസ്രയേലോട് കൂട്ടിച്ചേർക്കണം. അങ്ങനെ ഇസ്രയേൽ രാജ്യം വിപുലീകരിക്കുവോളം ഈ യുദ്ധത്തിന് അറുതി ഉണ്ടാകത്തില്ലെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞോളുവിന്. ആർക്കും അവരെ തടയുവാനൊക്കത്തില്ല. എന്നാൽ അവർ ഭയത്തിലുമാണ്. കാരണം എന്തെന്നറിയാമോ? ഇസ്രയേൽ ഇങ്ങനെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്താ നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട, ഞാൻ നിങ്ങളുടെ കാര്യം പറയാം. യേശു ക്രിസ്തു ഇസ്രയേല് യഹൂദനായിരുന്നു. അവൻ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം കടന്നു വരുന്നത്. എന്നാൽ യഹൂദന്മാർ അവനെ തള്ളിക്കളഞ്ഞു. യേശു ക്രിസ്തു അവർ കല്ലെറിഞ്ഞു. യേശു ക്രിസ്തു വരുമെന്ന് പ്രവചിച്ച പ്രവാചകന്മാരെ അവർ കല്ലെറിഞ്ഞു, കൊന്നു കളഞ്ഞു. അതുകൊണ്ട് യെരുശലേം തകർന്നും നുറുകിയും കിടക്കുന്നു. യെരുശലേം കണ്ണുനീര് കൊണ്ടും രക്തം കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന